റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഹൈയിൽ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഇറങ്ങിയിട്ട് നിഫ്റ്റി വന്ന് 1% ക്ലോസ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 0.72% പ്ലസിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഈ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. നാളെ അവധിയാണ്. ഇനി നമുക്ക് തിങ്കളാഴ്ചയുള്ളൂ ട്രേഡിങ്. അപ്പോൾ നമുക്കിനി തിങ്കളാഴ്ചത്തേന് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. 19 ഷെയറുകളുണ്ട്. നല്ല ഷെയറുകളാണ്, എല്ലാം നല്ല വോളിയത്തിലുള്ള നല്ല ഷെയറുകളാണ്. അപ്പോൾ ഈ ഷെയറുകളിൽ സെഞ്ചുറി ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഷെയർ ആവറേജിന് താഴെയാണ്. ഏകദേശം ചെറിയ 1% ഇല്ല, എന്നാലും ആവറേജിന് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഷെയർ അടുത്ത ദിവസം ആവറേജിന് മുകളിൽ പോയിട്ട് നമുക്ക് അഥവാ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ വരാതെ ഇറങ്ങുവാണെങ്കിൽ ആവറേജ് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ 1640 മുകളിൽ 1650 പോയിട്ട് ഈ ലെവലിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് സെല്ലിങ് ചാൻസ് എടുക്കാം. പിന്നെ ഇതിനകത്ത് 4-5 ഷെയറുകളോളം ക്ലോസിങ്ങും പിന്നെ ആവറേജ് ഏകദേശം അടുത്തടുത്താണ്. ഇങ്ങനെയുള്ള ഷെയറിനകത്ത് ഈ ഷെയറുകൾ കുറച്ച് പ്ലസ്സിൽ പോയിട്ട് ഓപ്പണിങ് ഒരു ചെറിയ പ്ലസ്സിൽ പോയിട്ട് ഈ ആവറേജ് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ സെല്ല് ചെയ്തിട്ട് നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ പറ്റും അവിടെ. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഈ ജെടെക് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഷെയറിൻ്റെ ക്ലോസിങ്ങും ആവറേജ് പ്രൈസ് ഏകദേശം അടുത്തടുത്താണ്. അതുപോലെ DBL എന്ന് പറയുന്ന ഷെയറിൻ്റെയും ക്ലോസിങ്ങും ആവറേജും തമ്മിൽ നമ്മൾ നോക്കിയാൽ മതി. ഇതാണ് ആവറേജ്, ക്ലോസിങ് 1 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 460-62 പോയി ഇറങ്ങി ഈ ലെവൽ കട്ട് ചെയ്യുക, ഈ 57-60 താഴെ വരുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാം. അതുപോലെ വേറെ കുറേ ഷെയറുകളുണ്ട്. ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാം കൂടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നാളെ ഏറ്റവും നല്ല സെല്ലിങ് ചാൻസ് തരാൻ സാധ്യതയുള്ളൊരു ഷെയർ ഈ DSSL എന്ന് പറയുന്ന ഷെയറാണ്. ഇന്നും നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ആവറേജും ക്ലോസിങ് തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച വന്നിട്ട് 1050 ഓപ്പണിങ് വന്നിട്ട് ഇറങ്ങി അന്ന് ഈ 1031 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തിട്ട് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഈ DSSL എന്ന് പറയുന്ന ഷെയറിനകത്ത്. അതുപോലെ ഈ ആസ്ട്ര മൈക്രോ അതിൻ്റെ ഇത് കണ്ടില്ല, 596 ക്ലോസ്, 597 ഇതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ്. അപ്പോൾ ചിലപ്പോൾ 600 മുകളിൽ പോയിട്ട് ഈ 597 താഴോട്ട് ഇറങ്ങുന്നുണ്ട്, നമുക്ക് ഷോർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാം. ഈ ആസ്ട്ര മൈക്രോ, DSSL, അതുപോലെ ഈ മനോരമ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയർ, പിന്നീട് ഈ ഹർഷ എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഹർഷ ഈ R1 പ്രീവിയസ് ഡേ ഹൈ ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഈ 2 ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ഈ R1 താഴെ വരുന്ന സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ ഈ DCX ഇന്ത്യ 300 മുകളിൽ, അതായത് 302, 305 ആ റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 301 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് ചാൻസ് എടുക്കാം. സുവൻ ഫാർമ എനിക്ക് തോന്നുന്നു പ്രാവശ്യം കണ്ടില്ല, എൻ്റെ R1 700 റേഞ്ചിൽ പോയിരിക്കുന്നു. അപ്പോൾ ഈ 700 മുകളിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പണിങ്ങിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് 10-15 രൂപ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റും അതിൽ. അതുപോലെ രാംകി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ ഷെയർ ഒന്നുകിൽ 500 മുകളിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ രാംകിയുടെ ഹൈയും പിന്നെ R1 തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം അടുത്തടുത്താണെങ്കിൽ ആ 2 ലെവലിൻ്റെ മുകളിൽ ഷെയർ ട്രേഡ് ആയതിനു ശേഷം ഈ 2 ലെവലിലും താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ
ആ ഷെയർ ഒരു 90% മുകളിലും വൺ സൈഡ് താഴോട്ടായിരിക്കും ആ ഷെയർ പോകുന്നത്. നല്ല രീതിയിൽ ക്ലോസിങ് ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ താഴെ പോകാറുണ്ട് ആ ഷെയറുകളൊക്കെ. ചില ഷെയറുകൾ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് കാണിക്കാറുള്ളൂ. എന്നാലും നല്ല ചാൻസ് ആയിരിക്കും അങ്ങനെയുള്ള ഷെയറിനകത്ത്. ഇതിനകത്ത് അങ്ങനെ കുറേ ഷെയറുകളുണ്ട്. അങ്ങനത്തെ ഷെയറുകൾ ഇതിനകത്ത് നോക്കുക. അതായത് പ്രീവിയസ് ഡേ ഹൈ R1 ഈ രണ്ട് റേഞ്ച് അടുത്തടുത്തുള്ള ഷെയറുകൾ. അതുപോലെ പ്രീവിയസ് ഡേ ഇന്നത്തെ ക്ലോസിങ്ങും പിന്നെ ആവറേജ് പ്രൈസ് ഏകദേശം അടുത്തടുത്തുള്ളത്. ആ രണ്ട് ചാൻസ് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഈ ഹൈയുടെ താഴെ ഇറങ്ങുമ്പോൾ സെല് ചെയ്യുക. അതല്ല ഹൈയുടെ മുകളിൽ ഈ R1 റേഞ്ചിലോട്ട് പോകുന്നുണ്ടെങ്കിൽ R1 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കുക. അല്ലെ R2 പോകുന്നെങ്കിൽ R2 മുകളിൽ പോയിട്ട് വരുമ്പോൾ എടുക്കുക. നമ്മൾ ചാൻസിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യുക. നമുക്ക് ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയി ട്രേഡ് എടുത്തെടുത്ത് കളയരുത്. നമുക്ക് തോന്നും ചില ഷെയറുകൾ കാണുമ്പോൾ തോന്നും ഇവിടുന്ന് ഇറങ്ങി പോകുന്നു തോന്നും. പക്ഷെ അത് ഇറങ്ങത്തില്ല. നമ്മൾ എൻട്രി എടുക്കുമ്പോൾ കാണാൻ നേരെ തിരിച്ച് മുകളിലോട്ട് കയറി പോകുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ പ്രീവിയസ് ഡേ ഹൈ R1 R2 R3 അതല്ല എങ്കിൽ തലേ ദിവസത്തെ ആവറേജ് പ്രൈസ് ഇതിൻ്റെ ഇത്രയും ലെവലിലാണ് മെയിനായിട്ട് നോക്കുന്നത്. ഈ ലെവലുകളിൽ കട്ട് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണ്. ഏത് ലെവലാണോ ഫസ്റ്റിൽ ഇറങ്ങുന്നത് ആ ലെവലിൻ്റെ അവിടെ നമ്മൾ സെല്ല് ചെയ്ത് വിടും. ആ സമയത്ത് ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അപ്പോൾ പ്രത്യേകം ഇത്രയും ഷെയർ ശ്രദ്ധിക്കുക. ഇതിനകത്ത് എന്തായാലും നമുക്ക് 7 ഷെയറെങ്കിലും നല്ല ചാൻസ് തരാൻ സാധ്യത കൂടുതലാണ്. അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ പറഞ്ഞത് DSSL, പിന്നെ ഈ മനോരമ ഇൻഡസ്ട്രീസ്, പിന്നീട് വന്നിട്ട് ഈ ഹർഷ എന്ന് പറയുന്ന ഷെയർ, സെഞ്ച്വറി ടെക്സ്റ്റൈൽസ്, ഈ DCX, അതുപോലെ സുവൻ ഫാർമ. എല്ലാത്തിനകത്തും ചാൻസ് കിട്ടും. ഇതൊക്കെ കൂടുതലും ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു റേഞ്ച് ഏകദേശം ഞാൻ പറഞ്ഞ രീതി വരുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഈ 3 ഷെയറുകൾ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് നല്ല രീതിയിൽ ഈ 3 ഷെയറിനകത്തും ചാൻസ് കിട്ടി. ഈ ടോറൻ പവർ ഈ ഏകദേശം അടുത്ത് വരെ വന്നുള്ളൂ. പക്ഷേ അവിടെ എൻട്രി എടുത്തവർക്ക് നല്ല ഹെവി പ്രോഫിറ്റ് 70-80 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരു 2-3 ഷെയറിനകത്ത് ചെറിയ ചാൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് മോഡിസൺ എന്ന് പറഞ്ഞ ഷെയർ 119.80 അതിൻ്റെ ആവറേജ്. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം നമുക്ക്. ഇതിൻ്റെ മോഡിസൺ പ്രീവിയസ് ഡേ ഹൈ പോയില്ല. അപ്പം നമ്മൾ തലേദിവസം ആവറേജ് 119.80 ഇതുണ്ടല്ലേ 121 വരെ എങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 119.80 കട്ട് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ എൻട്രി എടുക്കുക. 19.80 നമ്മൾ എൻട്രി എടുത്താൽ ഇപ്പോൾ ഇവിടെ 119.80 എടുത്താൽ തിരിച്ച് 116 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് ആ ലെവലിൽ പോകുന്നുണ്ട്. തിരിച്ച് വീണ്ടും 115-14 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. നമുക്ക് മോശമല്ലാത്ത പ്രോഫിറ്റ്, വലിയ ഹെവി പ്രോഫിറ്റ് അല്ല, എന്നാലും മോശമല്ലാത്ത പ്രോഫിറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രാവിറ്റ എന്ന് പറയുന്ന ഷെയർ, ഗ്രാവിറ്റയും പ്രീവിയസ് ഡേ ഹൈയുടെ അവിടോട്ട് പോകുന്നില്ല, കണ്ടില്ലേ. പക്ഷെ നമ്മൾ അന്നേരം ആവറേജ് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. ആവറേജ് അതിൻ്റെ ഗ്രാവിറ്റ 1990 എൻ്റെ ഹൈ നോക്കിക്കേ, 1009 കണ്ടില്ലേ, 1009 ആ റേഞ്ചിലാണ് വന്നത്. അവിടുന്ന് നമുക്ക് 989 വരെ വരുന്നുണ്ട്. 18 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. വീണ്ടും ആവറേജ് പോകുന്നുണ്ട്. തിരിച്ച് ഇന്നത്തെ ആവറേജ് പോകുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നുണ്ട്. വീണ്ടും ലാസ്റ്റിൽ ആ റേഞ്ചിലോട്ട് പോയി വീണ്ടും തിരിച്ച് ഇറങ്ങിപ്പോയി. അതിനുശേഷം ടോറൻ പവർ 1453 ആയിരുന്നു എൻ്റെ ആവറേജ്. അതും പ്രീവിയസ് ഡേ ഹൈ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആവറേജിലാണ് ചാൻസ് നോക്കിയേ. ഇത് 1449 വരെ പോയിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ടോറൻ പവറിൻ്റെ ഹൈ കണ്ടില്ല, 1449, 1453 അതിൻ്റെ ആവറേജ്. നമ്മൾ ഈ 49-47 അല്ലെ ആ റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ അതിൻ്റെ ക്ലോസിങ് ഉണ്ടല്ലോ 1357, 90 രൂപയ്ക്ക് അടുത്ത് താഴെയാണ്. ഗ്രാഫിൽ കാണിച്ചു തരാം.
അത് 1440 റേഞ്ചൊക്കെ എടുത്താൽ നോക്കി 1365 ലാസ്റ്റ് ആയപ്പോൾ 1332 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ചാൻസ് വന്ന DSSL എന്ന് പറയുന്ന ഷെയർ. DSSL ഓപ്പണിങ് R1 താഴെ ജസ്റ്റ് ഓപ്പണിങ് വന്ന് നേരെ കയറിപ്പോയി, R1 മുകളിൽ പോയി, ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കത്തില്ല, കാരണം അവിടെ എൻട്രി എടുത്ത് നിൽക്കുന്നില്ല. അത് പെട്ടെന്ന് തന്നെ ഒന്ന് പേരിന് ഒന്ന് ടച്ച് ചെയ്ത് കയറിപ്പോയി, തിരിച്ച് നല്ലതായിട്ട് കയറിപ്പോയി. പിന്നെ R2 കട്ട് ചെയ്തു. അതിനുശേഷം ലാസ്റ്റിൽ ഇവിടെയാണ് നമുക്കൊരു ചാൻസ് വരുന്നത്. ഇവിടെ ഒരു 1032 റേഞ്ച് നമ്മൾ സെല്ല് ചെയ്താൽ നമുക്ക് 1005 വരെ വരുന്നുണ്ട്, 1003 ആ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് അവിടെ. പക്ഷെ അത് ലാസ്റ്റ് ടൈമിലാണ് തരുന്നത്, 2:20 അത് തരുന്നത്. ബാക്കി ഷെയറൊന്നും നമ്മൾ എടുത്തിരുന്ന ഷെയറുകളൊന്നും തന്നെ ഇത്രയും മാർക്കറ്റ് ഫ്ലക്സിലായിട്ട് പോലും ഒരു ഷെയർ പോലും പ്രീവിയസ് ഡേ ഹൈ അടിക്കുകയോ R1 റേഞ്ചിലൊന്നും പോവുകയൊന്നും ചെയ്തില്ല. ചില സമയത്ത് ചില ദിവസം അങ്ങനെ ആയിരിക്കും, നമുക്ക് കുറച്ച് ഷെയറുകളെ കിട്ടാറുള്ളൂ. ഇന്ന് അതുപോലുള്ള ദിവസമായിരുന്നു. അധികം ഷെയറിനകത്ത് നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നല്ല ഷെയറുകളുണ്ട് ഇതിനകത്ത് എങ്ങനെയായാലും ഒരു 7-8 ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കി ചെയ്യുക, റിസ്ക് എടുക്കാത്ത രീതിയിൽ നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ട്രേഡ് എടുക്കുക. ഞാൻ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കി പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തിനുള്ള ട്രേഡിങ്ങിൻ്റെ എടുത്തു വച്ചിരിക്കുന്ന ഷെയറുകളും അതിൻ്റെ ഡീറ്റെയിൽസും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.